തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ വയനാട്ടിലെ യൂത്ത് കോൺഗ്രസിൽ അതൃപ്തി. കോൺഗ്രസ് ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി പട്ടികയിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ തഴഞ്ഞുവെന്നാണ് പരാതി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിക്കും ജില്ലാ പ്രസിഡന്റും സീറ്റ് നൽകിയില്ല. 25 വർഷമായി LDF സീറ്റായ നൂൽപ്പുഴ കഴിഞ്ഞ തവണ പിടിച്ചെടുത്ത യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ അമൽ ജോയിയെയും പരിഗണിച്ചില്ല. അതൃപ്തിക്കിടെ ജില്ലാ പഞ്ചായത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്ന് നടക്കും. ദീപക് മോഹൻ വിവരങ്ങളുമായി. ദീപക്, ഇപ്പോൾ യൂത്ത് കോൺഗ്രസിനെ അവഗണിച്ചു എന്നുള്ള പരാതി അത് നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞോ? അപ്പോൾ ഇന്നിപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമ്പോൾ ആരെയാണ് പരിഗണിക്കുന്നത്? സ്മൃതി, തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസിൽ അടിമുടി വലിയ അതൃപ്തിയുള്ളത്. യുവാക്കളായിട്ടുള്ള നേതാക്കന്മാരെ, പ്രത്യേകിച്ച് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾക്ക് ഇത്തരത്തിൽ സീറ്റ് നിഷേധിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നേതാക്കന്മാരെല്ലാവരും തന്നെ വലിയ അതൃപ്തിയിലാണ്. യുവ നേതാക്കന്മാർ, അതായത് കഴിഞ്ഞ പല വിഷയങ്ങളിലും, ജനകീയമായ പല വിഷയങ്ങളിലും തന്നെ സമരമുഖത്ത് ഇറങ്ങിയ ഒരു വിഭാഗമാണ് കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസ് വിഭാഗം. പക്ഷേ ആ വിഭാഗത്തിൽപ്പെട്ട ആർക്കും തന്നെ സീറ്റ് ഇത്തവണ നൽകിയിട്ടില്ല. അതിൽ തന്നെ യൂത്ത് കോൺഗ്രസ് വലിയ അതൃപ്തിയിലാണ്. വയനാട്ടിൽ 3, 4, 5 തവണയൊക്കെ മത്സരിച്ച പല ആളുകൾക്കും സീറ്റ് ലഭ്യമാക്കിയിട്ടുണ്ട്. പക്ഷേ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന സംഷാദ് മരക്കാരനും ഒപ്പം മീനങ്ങാടിയുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KE വിനയൻ തുടങ്ങിയ ആളുകൾക്കൊന്നും തന്നെ ഇത്തവണ കോൺഗ്രസ് സീറ്റ് നൽകാത്തതിൽ തികഞ്ഞ അതൃപ്തിയിൽ തന്നെയാണ്. കഴിഞ്ഞ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി അംഗമായിരുന്ന ജഷീർ പള്ളിവേലിന് സീറ്റ് നൽകിയിട്ടില്ല. ഒപ്പം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിക്കും ജില്ലാ പ്രസിഡന്റിനും അടക്കം സീറ്റില്ല എന്നുള്ള ഒരു കാര്യം നേരത്തെ തന്നെ ഇവർ നേതൃത്വത്തെ അറിയിച്ചിരുന്നു. ഇന്നേതായാലും ഉച്ചയ്ക്ക് ശേഷമാണ് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുന്നത്. ആ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ കൂടുതൽ യൂത്ത് കോൺഗ്രസിലെ നേതാക്കന്മാരെ അടക്കം പരിഗണിക്കുമെന്നൊരു പ്രതീക്ഷ അവർക്കുണ്ട്. നേരത്തെ തവിഞ്ഞാൽ പഞ്ചായത്തിലേക്കുള്ള യൂത്ത് കോൺഗ്രസിന്റെ നിയോജക മണ്ഡലം പ്രസിഡന്റ് അസീസ് വാളാടനടക്കം ഇത്തരത്തിൽ സീറ്റ് നൽകുമെന്ന് പാർട്ടി നേരത്തെ സൂചന നൽകിയിരുന്നു. പക്ഷേ ഇവർക്കാർക്കും തന്നെ സീറ്റ് നൽകാത്തതിൽ വലിയ അതൃപ്തിയിലാണ് വയനാട്ടിലെ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വം. സ്മൃതി, ദീപക് മോഹനാണ് വിവരങ്ങൾ നൽകിയത്.